സായിരാം. ഓം ശ്രീ സായിരാം. സർവാന്തര്യാമിയായ ഭഗവാൻ ബാബയുടെ തൃപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അന്തർശൗച യജ്ഞത്തിൻ്റെ 330 ഭാഗത്തിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് സബിന കണ്ണൂരാണ് സായി വാണി വായിക്കുന്നത്. അവർ 3 ഓങ്കാരം 3 സായി ഗായത്രിയും ചൊല്ലിയ ശേഷം 10 മിനിറ്റ് സായി വാണി വായിക്കുക. അതിനുശേഷം ഭഗവാനുമായുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കണം. സ്വാമിയുടെ പ്രഭാഷണം കഴിഞ്ഞ് പിന്നീട് ഭജന പാടുക. സായിരാം. ശ്രീമതി സബിന ആരംഭിച്ചോളൂ. സായിരാം. 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 ആരംഭിച്ചോളൂ. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्. ॐ शान्ति शान्ति शान्तिः. സായി വാണിയാണ്. അമൃതധാര 1996 ജൂലൈ 31 ഭഗവാൻ അരുൾ ചെയ്ത പ്രഭാഷണമാണ് കുൽവന്ത് ഹാളിൽ വെച്ചിട്ട്. വേദങ്ങളും വേദാന്തവും പഠിച്ചിരിക്കാം, കവിതകളും ലേഖനങ്ങളും എഴുതുമായിരിക്കും, പക്ഷേ ഹൃദയപരിശുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയം നശിക്കും. ഈ നല്ല വാക്കുകൾ മാറാതിരിക്കുക. തെലുങ്ക് കവിത. വേദാന്തം ലളിതം, പ്രായോഗികം. ദിവ്യാത്മ സ്വരൂപരെ, പുരാതന കാലം മുതൽക്കേ ഭാരതീയ സംസ്കാരം 4 പുരുഷാർത്ഥങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന അടിസ്ഥാന തത്വം പ്രചരിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ വേദതത്വങ്ങളും അവയുടെ സഹായക ശാസ്ത്രങ്ങളും ഭാരതീയ സംസ്കാരം പ്രചരിപ്പിച്ചു വരുന്നു. വേദം എന്ന പദം അറിവ് എന്ന അർത്ഥമുള്ള വിദ് ധാതുവിൽ നിന്ന് ലഭിച്ചതാണ്. എങ്ങനെ സൽക്കർമ്മങ്ങളിലൂടെ ജീവിതത്തിന്റെ 4 പ്രധാന ലക്ഷ്യങ്ങൾ ഈ ലോകത്തിൽ നേടാൻ കഴിയും എന്ന് വേദം പഠിപ്പിക്കുന്നു. വേദങ്ങൾ അനന്തമാണ്. മഹർഷിമാരും മുനിമാരും അഗാധമായ ധ്യാനത്തിൽ നിന്ന് ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതാണ് വേദങ്ങൾ എന്ന് അറിവ്. പ്രാരംഭത്തിൽ വേദം ഒന്നു മാത്രമായിരുന്നു, ഏകം വേദ. അത് സ്തോത്രങ്ങളുടെയും ഒരു സമൂഹമായിരുന്നു. അനന്തോ വൈ വേദ എന്നും പറഞ്ഞിട്ടുണ്ട്. മഹർഷിമാരും തപസ്വികളും മാത്രമായിരുന്നു അനന്തമായ ഈ അറിവിന്റെ കലവറ. പിന്നീട് വ്യാസമഹർഷി ഈ അറിവിനെ 3 വേദങ്ങളായി തരംതിരിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിങ്ങനെ. വേദ പഠനത്തിലൂടെ മഹത്തായ ആദർശങ്ങൾ ജീവിതത്തിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാസമഹർഷി ഈ വിഭജനം നടത്തിയത്. അതിനുശേഷം യജുർവേദം 2 ഭാഗങ്ങളായി കൃഷ്ണ യജുർവേദമെന്നും ശുക്ല യജുർവേദമെന്നും വിഭജിക്കപ്പെട്ടു. 4ാമത്തെ വേദം അഥർവണ വേദം പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അഭ്യസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെട്ടത് 4 വേദങ്ങൾ ഇവയാണ്. വേദങ്ങൾക്ക് 9 നാമങ്ങളുണ്ട്. 1ാമത്തെ നാമം ശ്രുതി. വേദങ്ങൾ മഹർഷിമാർ അഗാധ ധ്യാനാവസ്ഥയിൽ ശ്രവിച്ച്
സ്വീകരിച്ചവയായതുകൊണ്ട് അവയ്ക്ക് ശ്രുതി എന്ന് പേര് വന്നത്. അക്കാലങ്ങളിൽ കടലാസോ പുസ്തകങ്ങളോ അച്ചടി യന്ത്രങ്ങളോ ഇല്ലായിരുന്നു. ഗുരു ശിഷ്യന്മാരെ വാമൊഴിയിൽ കൂടിയാണ് വേദങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അതിനാൽ വേദങ്ങൾക്ക് അനുശ്രവ എന്നും പേരുണ്ട്. മൂന്നാമത്തെ നാമം ത്രയി എന്നാണ്. നാലാമത്തേത് ആംനായ, അഞ്ചാമത്തേത് സാംനായ, ആറാമത്തേത് ഛന്ദസ്, ഏഴാമത്തേത് സ്വാധ്യായ, എട്ടാമത്തേത് നിഗമ, ഒൻപതാമത്തെ നാമം ആഗമ. വേദങ്ങൾ ഈശ്വരന്റെ അകത്തേക്കുള്ള ശ്വാസവും പുറത്തേക്കുള്ള ഉച്ഛ്വാസവുമല്ലാതെ മറ്റൊന്നുമല്ലാത്തതിനാൽ അവയെ നിഗമ ആഗമ എന്ന് വിളിക്കുന്നു. മനുഷ്യ ജീവിതം വേദങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അവ ദ്വന്ദ്ങ്ങളുമായി ഇടപെടുന്നു. ഓരോ വേദത്തിനും 3 ഭാഗങ്ങളുണ്ട്: ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. ബ്രാഹ്മണങ്ങൾ യജ്ഞങ്ങളും മറ്റു മംഗളകർമ്മങ്ങളും ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുടെ സമാഹാരമാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതം പൂർത്തിയാക്കിയതിനു ശേഷം പത്നി സമേതനായി വനത്തിൽ വാനപ്രസ്ഥം ജീവിതം നയിക്കുമ്പോൾ പഠിക്കേണ്ട വേദഭാഗങ്ങളാണ് ആരണ്യകം. വാനപ്രസ്ഥം എന്ന അവസ്ഥയിലെ നിയമങ്ങൾ വളരെ കഠിനങ്ങളാണ്. വാനപ്രസ്ഥത്തിൽ ഈ നിയമങ്ങളെല്ലാം അണുവിട തെറ്റാതെ സ്ഥിരമായി പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ സന്യാസാശ്രമത്തിൽ അർഹതയുള്ളൂ. ഭാര്യയും ഭർത്താവും രണ്ടുപേരും അവരുടെ വീട് ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് ഒരു കുടിൽ കെട്ടി അവിടെ സഹോദരനെയും സഹോദരിയും പോലെ ജീവിക്കണം. വനജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ക്ഷമയോടെ സ്വീകരിക്കണം. ചൂടോ തണുപ്പോ മറ്റു കാലാവസ്ഥാ വ്യതിയാനങ്ങളെയോ ഒന്നും കണക്കാക്കരുത്. മാത്രമല്ല, ഭക്ഷണ കാര്യത്തിൽ വലിയ അച്ചടക്കം പാലിക്കണം. ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കണം. ദയ തോന്നി ആരെങ്കിലും ഭക്ഷണം നൽകുകയാണെങ്കിൽ അത് പാത്രത്തിൽ വാങ്ങാൻ പാടില്ല, ഇലയിലേ വാങ്ങാവൂ. അവർ ഒരിക്കലും ഒരു ഗൃഹസ്ഥന്റെ വീട്ടിനകത്ത് പ്രവേശിക്കുകയോ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുത്. അക്കാലത്ത് ജനങ്ങൾ ഇത്തരം കഠിനമായ അച്ചടക്കം വാനപ്രസ്ഥ ജീവിതത്തിൽ പാലിക്കാറുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ 4 അവസ്ഥാവിശേഷങ്ങളും, അതായത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ലൗകിക ജീവിതത്തോട് ബന്ധപ്പെട്ടവയാണ്. ഈ 4 ഘട്ടങ്ങൾ നിർദ്ദേശിക്കുന്നത് മനുഷ്യന് ക്രമേണ അവന്റെ മനസ്സിനെ മേൽപ്പിടിമുറക്കുന്നതിനാണ്, നിയന്ത്രണം കൈവരിക്കുന്നതിനാണ്. ഈ 4 അവസ്ഥകൾക്കും അതീതമായി മഹാപുരുഷാർത്ഥം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെ പരാഭക്തി എന്ന് പറയുന്നു. വേദാന്ത സാരം ലക്ഷ്യം. അതിനുശേഷം ആധ്യാത്മികതയുടെ അവസാന ലക്ഷ്യമായ വേദാന്തം വരുന്നു. വേദാന്തം 3 തരത്തിലുള്ള യോഗങ്ങളിലേക്ക് നയിക്കുന്നു. എല്ലാവർക്കും തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ യോഗങ്ങൾ, വിദ്യാർത്ഥികൾക്കും. ഇത് സമ്പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കണം. ഒന്നാമത്തേത് താരകം, രണ്ടാമത്തേത് സാഖ്യം, മൂന്നാമത്തേത് അമസ്കം. ഈ 3 എണ്ണമാണ് വേദത്തിന്റെ സത്തയും ലക്ഷ്യവും. എന്താണ് താരകം? താരകം എന്നാൽ സൂക്ഷ്മമായ യോഗാസനങ്ങൾ, മുദ്രകളുടെയും തത്വങ്ങൾ മനസ്സിലാക്കുകയും അനുഭവിക്കുകയുമാണ്. അനന്തരം അവയ്ക്ക് അപ്പുറം പോവുകയും നാദബിന്ദുവിൽ ഏകാഗ്രചിത്തനാകുകയും സോഹം എന്ന തത്വത്തിനും ഏകാഗ്രനാകുകയും അവസാനം സത്ത് ചിത്ത് ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക. താരകം അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് മനസ്സിനെ സച്ചിദാനന്ദം എന്ന പരമമായ തത്വത്തിൽ ലയിപ്പിക്കുകയും സമ്പൂർണ്ണ ജ്ഞാനം നേടുക എന്നതാണ്. രണ്ടാമത്തെ യോഗമാണ് സാഖ്യം. ഇത് സാഖ്യവുമായി ഇടപെടുന്നത് കൊണ്ട് സാഖ്യയോഗം എന്ന് വിളിക്കുന്നു. മനുഷ്യ ശരീരം ഉൾക്കൊള്ളുന്നത് പഞ്ചകോശങ്ങൾ, ആത്മാവിന്റെ 5 ആവരണങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന് 5 ഭൂതങ്ങൾ, പഞ്ചപ്രാണങ്ങൾ, പ്രാണൻ, അപാൻ, വ്യാസൻ, ഉദയൻ, സമാനൻ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ജീവാത്മാവ് എല്ലാം കൂടി 25 എണ്ണം. നിങ്ങൾ ഇവയൊന്നുമല്ലെന്നും ഇവയ്ക്കെല്ലാം അപ്പുറം പോകണമെന്നും നിങ്ങൾ സച്ചിദാനന്ദ സ്വരൂപമായ ജീവാത്മാവാണെന്ന് മനസ്സിലാക്കുകയും സാക്ഷാത്കരിക്കുകയും പറയുന്നതാണ് സാഖ്യം. മൂന്നാമത്തെ യോഗം അമനസ്കം. അതിന്റെ അർത്ഥം എന്താണ്? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ കാണപ്പെടുന്ന ലോകത്തിൽ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് വേദങ്ങൾ പറയുന്നത് ഏകമേവ അദ്വിതീയം ബ്രഹ്മം
ഏകമാകുന്നു, രണ്ടാമതൊന്നില്ല. ഈ സൃഷ്ടി മുഴുവൻ ബ്രഹ്മത്തിന്റെ ആവിഷ്കാര രൂപമാണ്. രണ്ടാമത്തത് ഒരു ഉണ്മയില്ല. ഒരിക്കൽ ഈ സത്യം മനസ്സിലായാൽ മനസ്സ് തന്നെ ഇല്ലാതാകുന്നു. ഈ ലോകത്തിൽ നിന്ന് നാനാത്വം ദർശിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളും എതിർ ചിന്തകളും മൂലമാണ്. ഈ നാനാത്വത്തിലെ ഏകത്വം മനസ്സിലാക്കുമ്പോൾ മനസ്സ് തന്നെ ഇല്ലാതാകുന്നു. സർവം ബ്രഹ്മമയം. രണ്ടാമതായി, ഈ ഉണ്മ ഉള്ളപ്പോൾ മാത്രമേ ചിന്തകൾക്കും എതിർ ചിന്തകൾക്കും അവസരമുള്ളൂ. പക്ഷേ ഏകത്വം മാത്രമുള്ളപ്പോൾ ഇത് ബ്രഹ്മമാവുകയും ചെയ്യുമ്പോൾ ചിന്തകൾക്കും എതിർ ചിന്തകൾക്കും അവസരമില്ല. ഇതാണ് അമനസ്കം എന്ന അവസ്ഥ. അതിന്റെ അർത്ഥം മനസ്സില്ലാത്ത അവസ്ഥ എന്നാണ്. ഈ അവസ്ഥയിൽ പ്രേമം മാത്രമേ ഉള്ളൂ. ആ പ്രേമമാണ് സത്യം. രാധയുടെ പ്രേമം. ഒരു ചെറിയ ഉദാഹരണം. ഒരിക്കൽ യശോദ കൃഷ്ണനെ തേടി നടക്കുന്ന സമയം. കൃഷ്ണൻ എവിടെ പോയി? യശോദ കൃഷ്ണനെ അന്വേഷിച്ചലഞ്ഞു. കാരണം അവർ കൃഷ്ണന്റെ ഭൗതിക ശരീരമാണെന്ന് ധരിച്ചു. കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ടെന്ന് ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കൃഷ്ണനെ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. സായിരാം. സായിരാം, ഭംഗിയായി വായിച്ചു. ഇനി നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം. സായിരാം. സായിരാം, ശബ്ദയുടെ വായന വളരെ സുന്ദരമായിരുന്നു കേട്ടോ. സ്ഫുടവും സുന്ദരവും. സായിരാം. സായിരാം. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ വത്സലേച്ചി, താങ്ക് യു. സായിരാം, എന്നെ ഇതിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. കണ്ണൂരിലെ ശോഭ ചേച്ചിയും പിന്നെ വത്സലേച്ചിയും എല്ലാവരും കൂടെ എനിക്കൊരു അവസരം തന്നതിൽ വലിയ നന്ദിയുണ്ട്. ഭഗവാന്റെ അനുഭവങ്ങൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ പോലെ വലിയ വലിയ അനുഭവമൊക്കെ ഉള്ള ആളാണ്. അതിന്റെ ഇടയിൽ എനിക്ക് കിട്ടിയ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറയാണ്. ഭഗവാൻ സ്വാമിയിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ ടീച്ചറാണ്. ഒരു മോളുണ്ട്. ഹസ്ബൻഡ് കണ്ണൂർ വിഷൻ ചാനലിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ സ്വാമിയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ആൾക്കാരൊക്കെ സായി ഭക്തരായിരുന്നു. ഞാൻ സ്വാമീനെ കണ്ടിട്ട് മീൻസ് വീട്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ സ്വാമി നമ്മൾ എന്തിനാണ് ദൈവത്തിനെ വിളിക്കാൻ നടുക്കൊരു മീഡിയേറ്റർ വെക്കുന്നത് എന്നുള്ള ഒരു ആശയമായിരുന്നു എനിക്ക്. ഭഗവാനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, നടുക്ക് നമ്മൾ സ്വാമീനോട് പറഞ്ഞിട്ട് വേണ്ടോ ഭഗവാനോട് പറയാന്നുള്ള അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അമ്മയും എല്ലാവരും സമിതിയിൽ പോവും. അമ്മക്ക് 2 സഹോദരന്മാരുണ്ട്. ഒരാള് സായി സ്കൂളിൽ മാഷാണ്. സത്യസായി നന്ദിയില് സ്കൂളില് വിഷയത്ത് എന്ന് പറഞ്ഞിട്ട് മാഷാണ്. അമ്മക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു. ചേട്ടനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ ഫാമിലി, അമ്മയുടെ ഒരു അനിയത്തിയും. അപ്പൊ ഇവരൊക്കെ എല്ലാരും സായി ഭക്തന്മാരാണ്. അപ്പം നമ്മൾ പോവാറുണ്ട്, സമിതി പോവാറുണ്ട്. അങ്ങനെ വലിയ ഭക്തിയൊന്നും പറയാൻ പറ്റില്ല. അപ്പം വീടൊക്കെ പാർട്ടീഷനാക്കി എല്ലാവരും അങ്ങനെയല്ലേ ആയി. നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് സമിതി പോവും. അപ്പൊ ഞാനിങ്ങനെ ഒരു പ്രാവശ്യം സമിതി പോയപ്പോ നമ്മൾ പറയും, സ്വാമി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായി വിഷമിച്ചിരിക്കുമ്പം സ്വാമിയുടെ അവിടുന്ന് വായന വരുമ്പോ, അതായത് സ്വാമിയുടെ അമൃതവാണി വായിക്കുമ്പോൾ നമുക്ക് വേണ്ട ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വാമിയുടെ അമൃതവാണിന്ന് അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ ആ പ്രഭാഷണത്തിൽ എന്തായാലും അതിലുണ്ടാവും നമ്മൾ എന്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഭജനയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പോകും, എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലോ, അമ്മയുടെ എല്ലാവരും ഇപ്പൊ ആരും ഇല്ലാത്തൊരവസ്ഥയല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അവിടുന്ന് പറയും, ഞാൻ ബാക്കിയൊന്നും ഞാൻ കേട്ടില്ല, ഇത് മാത്രമേ കേട്ടുള്ളൂ. പഴയ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ഇനി പുതിയ കാര്യങ്ങൾ. അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അമ്മയൊക്കെ പറയുന്ന സത്യമല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്നുള്ളത്. അപ്പൊ അതിനുശേഷം പുട്ടപർത്തിയില് തലശ്ശേരി സമിതിയിലായിരുന്നു. അപ്പൊ പുട്ടപർത്തിയിലേക്ക് പോവാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. പോവാൻ വേണ്ടി, സേവാദളായിട്ട് പോവാൻ വേണ്ടി. അപ്പം സാമ്പത്തികം പ്രശ്നമാണ് അന്നേരം. അമ്മയും ഞാനും അനിയനും അങ്ങനെ അച്ഛൻ്റെ ആ ഒരു ഇതില്, അച്ഛൻ ബോംബെയിലായിരുന്നു. അപ്പം ചെറിയൊരു വരുമാനത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അപ്പൊ പറഞ്ഞു പൈസ ഇല്ലാതെ പുട്ടപർത്തിയിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണം എന്ന്. ഇപ്പൊ പറഞ്ഞ പോലെ സ്വാമി ഇങ്ങനെ നമുക്കൊരു പ്രസൻസ് വന്നതുകൊണ്ട്, പക്ഷെ ആഗ്രഹം മാത്രമേ ഉണ്ടായുള്ളൂ, പോകാൻ പറ്റില്ല. അവസാനം പിന്നെ ആരോ ഒരാൾ പോവാൻ നിന്ന ആള്, സേവാദളായി പോവാൻ നിന്ന അവര് വീണ് എന്തോ പറ്റിയപ്പോ അവര് പറഞ്ഞു, ഞാൻ കൊടുത്ത പൈസയിൽ ആർക്കെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം
കൺവീനർ പറഞ്ഞു, എന്നോട് വന്നിട്ട് പറഞ്ഞു, നിനക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അപ്പൊ നീ പോവാം, നിനക്ക് പോവാം, പുട്ടപർത്തിയിൽ സേവതായിട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു 9-10 ആ ഒരു കാലഘട്ടത്തിലായിരിക്കും ആദ്യമായിട്ട് ഞാൻ സേവാദളായിട്ട് പുട്ടപർത്തിയിലേക്ക് പോയി. കുൽവന്ത ഹാളില് എല്ലാരും കൂടെ പോവാണ്. അവിടെ കയറുമ്പോ സ്വാമി ഉണ്ടായിരുന്നു അവിടെ. സ്വാമീനെ കണ്ടു. സ്വാമീനെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായ അന്നുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞ് നമ്മള് എന്താ പറയണ്ടേ, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ടാണ് വരാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് സ്വാമീനെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സ്വാമീനെ കാണുമ്പോൾ. സ്വാമി ഒരുപാട് ദൂരത്താ, പക്ഷെ നമുക്ക് കാണുമ്പോൾ സ്വാമി അടുത്തുള്ള പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, 1 രൂപ പോലും ചെലവില്ലാണ്ട് സ്വാമീൻ്റെ അടുത്ത് പോയി 10 ദിവസം അവിടെ പുട്ടപർത്തിയിൽ സേവാദളായി ഡ്യൂട്ടി ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്നു. അതായിരുന്നു എൻ്റെ സ്വാമിയുടെ ആദ്യത്തെ ഞാൻ പുട്ടപർത്തി യാത്ര എന്ന് പറയുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ സ്വാമിയുടെ അടുത്ത് രണ്ടാമത്തെ പ്രാവശ്യം പോകാൻ പറ്റിയത് ശിവരാത്രിന്റെ സമയത്തായിരുന്നു. ഞാനും എൻ്റെ ആങ്ങളെയും രണ്ടാളും അവിടെ ഭജന പാടാൻ വേണ്ടി ഇതുപോലെ കണ്ണൂരിൽ നിന്ന് നമ്മളായിരുന്നു സെലക്ട് ചെയ്തത്. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മളോട് പോകാൻ പറഞ്ഞു. അതും എല്ലാം പിന്നെ അവരെ കൺവീനറാണ്. നമ്മളെ പൈസ മുഴുവനും അവര് ചെയ്തു. റിട്ടേൺ ടിക്കറ്റ്, അങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റും ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റും ഒക്കെ എടുത്തത് അവരായിരുന്നു. നമ്മളെ സമിതിയായിരുന്നു. നമുക്ക് പോകാനുള്ള അത്രയും നമുക്കന്ന് പൈസ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ശിവരാത്രിക്ക് പാടാൻ പോയി. 8-ാം തീയതി ആയിരുന്നു ശിവരാത്രി ഇവിടെ നമ്മുടെ കേരളത്തിൽ. അവിടെ എത്തിയപ്പോൾ 9-ാം തീയതി ആയിരുന്നു ശിവരാത്രി. അപ്പൊ നമ്മളെ ടിക്കറ്റ് അന്ന് വൈകുന്നേരമാണ് തിരിച്ചിങ്ങോട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല, കാരണം നമുക്കൊരു ദിവസം നിന്നാൽ പിന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സാമ്പത്തികമൊന്നും ഇല്ല കയ്യില്. അപ്പം ശരി, നമ്മൾ അവിടെ എൻ്റെ ഓഫീസിൽ പോയിട്ട് ഞാനും എൻ്റെ ബ്രദറും കൂടെ, നമ്മൾ രണ്ടാളും മാത്രമേ നമ്മൾ പോയിട്ട് അവരോട് പറഞ്ഞു നമ്മൾ തിരിച്ചു പോവാണ്. റൂമിന്റെ ചാവി, അതായത് ഡോർമെട്രി ആയിരുന്നു. അപ്പം ബാക്കി എല്ലാവരും അവിടെ സ്റ്റേ ഉണ്ട്. അപ്പൊ നമ്മൾ പോകുമ്പോൾ താക്കോൽ അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ താക്കോൽ ഏൽപ്പിക്കാൻ പോയപ്പം ഒരാളുണ്ടായിരുന്നു വെള്ളയും വണ്ടി ഇട്ടിട്ട്. അപ്പൊ അവര് ചോദിച്ചു എന്താ വന്നത്, റൂമിനാണോ? ഞാൻ പറഞ്ഞല്ല, നമ്മൾ പോവാണ് തിരിച്ചിട്ട്. എന്തായിരുന്നു വന്നത്? ഭജന പാടാൻ വേണ്ടി വന്നതാണ് സ്വാമീന്റെ പുട്ടപർത്തിയിൽ. അതിന് ഭജന പാടാൻ വന്നിട്ട് ഭജന പാടാണ്ട് പോവാണോ? ഞാൻ പറഞ്ഞ് ഭജന പാടാന്ന് പറഞ്ഞാൽ ഡേറ്റ് ഇങ്ങനെ, ടിക്കറ്റിൽ ഇങ്ങനെയാണ് ഡേറ്റ് ഉള്ളത്, നമുക്ക് വേറെ ടിക്കറ്റ് ഇല്ല. അപ്പൊ അവര് പറഞ്ഞു പിന്നെ എവിടെയാ? തലശ്ശേരി. ഇപ്പം ഞാൻ മാമനെ കൊണ്ട് പറഞ്ഞല്ലോ, മാമൻ സ്കൂളിലെ മാഷാണ്. അപ്പൊ അവര് പറഞ്ഞു എന്നെ പഠിപ്പിച്ചതാണ് വിശ്വജിത്ത് മാഷ്, അപ്പം മാഷ് സ്റ്റുഡന്റ് ആണ് ഞാൻ നോക്കട്ടെ, ആ ടിക്കറ്റ് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ എന്ന്. ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഞാനങ്ങ് കൊടുത്തു ടിക്കറ്റ്. പക്ഷേങ്കില് നമ്മള് കൊടുത്തതിന് ശേഷം അവരത് വാങ്ങിപ്പോയി. ആങ്ങളെ എന്നോട് ചോദിച്ചു, ചേച്ചി എന്ത് ധൈര്യത്തിലാണ് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത്? കാരണം ഇത്രയും വലിയ പുട്ടപർത്തിയില് അവിടെയുള്ള സ്ഥലത്ത് നമുക്കറിയില്ല അവരെവിടെയാന്ന്, അവരെ പേരെന്താണെന്ന്, അവരെവിടെ പോയി കാണാൻ പറ്റുന്നു ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ കൊടുത്തു, ധൈര്യത്തിൽ കൊടുത്തു, ഭജന പാടി. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം മൂപ്പർ അതേ സ്ഥലത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ടിക്കറ്റ് തിരിച്ച് ആ ടിക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ടിക്കറ്റ് ചെയ്തു തന്നു. അപ്പൊ അതില് പണ്ട് സിനിമാ നടി ശ്രീവിദ്യാമ്മ പറയുന്ന കേട്ടിരുന്നു, സ്വാമീന്റെ അടുത്ത് സാരി കിട്ടി, അപ്പൊ അവർക്ക് കിട്ടാത്തപ്പോ അവർക്ക് വിഷമം ഉണ്ടായി. അപ്പൊ സ്വാമി അത് വേറെ രീതിയിൽ കൊടുത്തു. അപ്പൊ ഞാൻ അന്നേരം സ്വാമിനോട് പ്രാർത്ഥിച്ചു, സ്വാമി എല്ലാവർക്കും സാരിയൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്കൊക്കെ കിട്ടുമോ സാരിയെല്ലാം? അപ്പൊ അവിടെ ഭജന പാടാൻ പോയപ്പം അവിടുന്ന് പറഞ്ഞു സെറ്റ് സാരി ഇല്ലാതെ അത് നമ്മൾ കേരള സാരി വേണം ഭജന അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ എൻ്റെ അടുത്തില്ല കേരള സാരി, ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല, വാങ്ങിക്കാൻ പറ്റൂല ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടുന്ന് ഏതോ ഒരു ആന്റി എന്നോട് പറഞ്ഞു, മോൾ ഈ സാരി ഉടുത്തിട്ട് ഭജന പാടിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സാരി തന്നു. ഞാൻ അത് എടുത്ത് ഭജന പാടി തിരിച്ചു കൊണ്ട് കൊടുത്തു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, വേണ്ട, ഇത് മോളെടുത്ത് തന്നെ വെച്ചോന്ന് പറഞ്ഞു. ഇന്നും എൻ്റെ അടുത്തുണ്ട് ആ സാരി, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് രണ്ടാമത് സ്വാമി എന്നെ പുട്ടപർത്തിയിലേക്ക് കൊണ്ടുപോയത്. അതും ഈ പറഞ്ഞ പോലെ നമ്മളടുത്ത് പൈസ ഇല്ലാണ്ടിരിക്കുമ്പം പിന്നെ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വാമി എന്തായാലും ചെയ്യും. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്വാമിയിലേക്ക് ഒരു കാലെടുത്ത് വെക്കുമ്പോൾ സ്വാമി നമ്മളിലേക്ക് 100 അടി മുന്നിലേക്ക് വരും എന്നാ പറയുന്നത്. പിന്നെ നമ്മളോട് പറയുന്നത്, നമ്മൾ
ഒരു കാല് പിന്നോട്ട് വെക്കുമ്പോൾ സ്വാമി 100 അടി പുറകോട്ട് പോകുന്ന പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ കുറേ കാലം സമിതിയിലോ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് പോവാണ്ടും കുറെ അന്ന് അപ്പം നമ്മൾ പോവാണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം എന്താണെന്നല്ല, ഒരുപാട് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അമ്മയുടെ ഒരു സഹോദരനുണ്ട്. മുപ്പര് കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ അവർക്ക് നമ്മൾ ഈ അച്ഛനില്ല, അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ എൻ്റെ 10th അങ്ങനെയാകുമ്പോൾ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അനിയനും അമ്മയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അവർക്ക് നമ്മൾ അവരെ കൂടെ താമസിക്കുന്നതിനും അവരോട് ഇതാക്കുന്നതുകൊണ്ടും താല്പര്യക്കുറവുകൊണ്ടായിരിക്കാം ആ സമയത്തൊക്കെ ഒരു ഇതായിരുന്നു കേസ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം അവരെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ ഗാർഹിക പീഡനം എന്നുള്ള ഒരു കേസ് അവർ ഫയൽ ചെയ്തു. അതിൽ എന്നെയായിരുന്നു അതിൽ അവരിതാക്കിയില്ല. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ ആ ഒരു സമയം. അപ്പം അവര് വലിയ സ്വാധീനമുള്ള ആൾക്കാരായിരുന്നു. അവരെ ചേച്ചി SI ആണ്, ബാക്കിയുള്ള ചേച്ചി വലിയ ജോലിയാണ്. അങ്ങനെ ഒരുപാട് ഇതല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സ്വാമി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും സ്വാമി 100 അടി പുറകോട്ട് പോയാലും സ്വാമി ഉപേക്ഷിക്കില്ല. സ്വാമിയിൽ നമ്മൾ ഒരു പ്രാവശ്യം സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ സ്വാമി നമ്മളെ കൂടെ ഉണ്ടാവും. അവിടെ നിന്നൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. നമ്മളെ കൈവെള്ളയിൽ വെച്ച് കൊണ്ടുപോകുമെന്ന് പറയുന്ന പോലെ സ്വാമി എന്നെ കൈവെള്ളയിൽ ഞാൻ സ്വാമിനോട് പറയും, അച്ഛനില്ലാത്തതുകൊണ്ട് എല്ലാവരും ഭഗവാനെ പല രൂപത്തിലാണ് കാണുന്നത്. ഞാൻ സ്വാമീനെ കാണുന്നത് എൻ്റെ അച്ഛനെ പോലെയാണ്. അപ്പൊ ഞാൻ അതുപോലെ തന്നെയാണ് സ്വാമിനോട് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു മാനക്കേടോ ഒരിതും സ്വാമി എനിക്ക് വരുത്തിയിട്ടില്ല. എന്നാ അങ്ങനെ കൊണ്ട് നടന്നിട്ടുണ്ട്. അതത്രയും എന്താ പറയാ, അതില് നമുക്കൊരു പ്രശ്നമില്ലാണ്ട് സ്വാമി അത് അവസാനിപ്പിച്ചു. ഇതൊരു കള്ളക്കേസാണ് എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ വിധി വന്നു. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് സ്വാമി തന്ന ഗിഫ്റ്റാണ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും. പിന്നെ ഇപ്പം ലാസ്റ്റ് സ്വാമീന്റെ അടുത്ത് പിന്നെ ഇപ്പൊ ഞാൻ സമയമില്ല ഈ പറയുന്ന ഒരുപാട് സ്വാമിയുടെ അനുഭവം ഉണ്ട്. അതിലിപ്പോ ലാസ്റ്റ് വന്നത് പുട്ടപർത്തിയില് ഇപ്പം, അതായത് കഴിഞ്ഞ മാസം പുട്ടപർത്തിയിലേക്ക് സെലക്ഷൻ ഉണ്ടായി. ഓൾ നാഷണൽ പിന്നെ പ്രയറിന്റെ അതായത് മൾട്ടി ഫെയ്ത്ത് പ്രയറിൽ എന്നെ സെലക്ട് ചെയ്തു. എങ്ങനെയൊന്നും ഞാൻ അറിയില്ല. ഇതുപോലെ എനിക്കൊരു മെസ്സേജ് വന്നാണ്, ഭജന പാടി അയക്കണം എന്ന് പറഞ്ഞിട്ട്. അവര് വെസ്റ്റ് ബംഗാളിലെ ഏതോ ഒരാളാണ് അവരെന്നോട് ഭജന പാടി അയക്കൂ, നിങ്ങളൊരു ഭജന കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭജന പാടി അയച്ചു. അപ്പൊ അതിൽ ഗ്രൂപ്പിൽ ഇതായി. അങ്ങനെ അപ്പം 12ാം തീയതി ഇവിടുന്ന് എല്ലാവരും പോയി. അപ്പം എനിക്ക് സ്കൂളിൽ നിന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല 12ാം തീയതി ഞാൻ വരൂല, സ്വാമിക്ക് അറിയാം എൻ്റെ പ്രശ്നങ്ങളൊക്കെ, അപ്പൊ എനിക്ക് വരാൻ പറ്റൂല, ഞാൻ 12ാം തീയതി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് വിളിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, 14ാം തീയതി വരില്ലേന്ന്. അപ്പൊ 14 എനിക്ക് കുഴപ്പമില്ല, കാരണം 14ാം തീയതി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 15 ലീവാണ്, 16 ശനിയാഴ്ച, 17 രാവിലെയാണ് പ്രോഗ്രാം, അത് കഴിഞ്ഞ് തിരിച്ചു വരാം. അങ്ങനെ 14ാം തീയതി ഒരു ദിവസം ലീവ് എടുത്ത് ഞാൻ അവിടെ പോയി. സ്വാമിയുടെ ഇപ്പോൾ ഉള്ള 100ാം ജന്മവാർഷികത്തിനോടനുബന്ധിച്ചിട്ട് സെന്റിനറി പ്രയർ, അവിടെ അന്ന് നാഷണൽ ക്രിക്കറ്റ് ലീഗിന്റെ ഫൈനലും കൂടിയായിരുന്നു. ഇതേപോലെ തന്നെ സ്വാമി വിളിച്ചു, പോയി പുട്ടപർത്തിയിൽ അവിടെ വെച്ച് പരിപാടി അവതരിപ്പിച്ചു. ആ മൾട്ടി ഫെയ്ത്ത് പ്രയറിൽ നമ്മൾ പങ്കെടുത്തു. എനിക്ക് പങ്കെടുക്കാൻ പറ്റി. ഞാനും മോളും ഹസ്ബൻഡും കൂടിയാ പോയത്. നമ്മളവിടെ പോയി, പിന്നെ കാർ എടുത്തിട്ടാ പോയത്. അപ്പം ഭയങ്കര മഴയായിരുന്നു. പക്ഷെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോവാനും വരാനും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ പോയി, ഞാൻ പരിപാടി അവതരിപ്പിച്ചു, സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത്, സ്വാമി പറഞ്ഞ പോലെ ഞാൻ ഈ വിശ്വാസമൊന്നും ഇല്ല എന്നെല്ലാം പറഞ്ഞ് ആ സമയത്ത് പോലും സ്വാമി നമ്മളെ കൈവിട്ടിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സ്വാമി കാത്തിട്ടുണ്ട്. ഇത്രയും പിന്നെ അതില് ഇന്നലെ ഞാൻ ഇത് പരിപാടി കേട്ടപ്പം സ്വപ്ന ദർശനത്തിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അതില് സ്വാമി സമാധി ആയ സമയത്ത് എനിക്ക്
ഭയങ്കര ആഗ്രഹമായിരുന്നു പാദസ്പർശം, പാദ നമസ്കാരം ചെയ്യണം എന്നുള്ള കിട്ടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് സ്വപ്നത്തിൽ വന്നിട്ട് സ്വാമി ചോദിച്ചു എന്നോട്, പിന്നെ എനിക്ക് പാദ നമസ്കാരം ചെയ്യേണ്ടത്. ഞാൻ സ്വാമിയെ പിടിച്ച് കരഞ്ഞിരിക്കുകയാണ്. ഞാൻ അമ്മേനെയും എന്റെ ആങ്ങളേനെയും നോക്കുക, കാരണം അവർക്കും വേണ്ട അനുഗ്രഹം എനിക്ക് മാത്രം കിട്ടിയാൽ മതിയോ എന്ന് വെച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ട സ്ഥലം ഞാൻ പിന്നെ അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ പോയി. അപ്പൊ നോക്കുമ്പോ അത് അഞ്ചരക്കണ്ടി സമിതിയായിരുന്നു. അഞ്ചരക്കണ്ടി സമിതിയിൽ അവിടെയായിരുന്നു സ്വാമി ഇരുന്നിട്ടുണ്ടായത്. അപ്പൊ അവർ ആ സമയത്ത് അതിന്റെ റിനോവേഷൻ ചെയ്തിട്ട് അന്നേരം അങ്ങനെ മാറ്റിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവരതിനു മുമ്പ് വേറെ ടൈപ്പിലായിരുന്നു പോലും ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഞാനത് കണ്ടപ്പോ, ഞാൻ സ്വപ്നത്തെ കണ്ട അതേ സമിതി കണ്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഞാനത് അഞ്ചരക്കണ്ടി സമിതിയിലെ കൺവീനറോട് പറയുകയും ചെയ്തു, ഞാനിത് കണ്ടതാണ്, ഇവിടെയാണ് സ്വാമി ഇരുന്നിട്ട് എന്നോട് ചോദിച്ചത്, ഇങ്ങനെ എന്റെ പാദ നമസ്കാരം വേണ്ടേന്ന് എന്നോട് ചോദിച്ചത് ഇവിടെയാണ്. അപ്പൊ അവർക്കത് ഭയങ്കര ഇതായി. കാരണം അവര് ആ ചെയ്തത്, അത് റിനോവേഷൻ ചെയ്തത് സ്വാമിക്ക് ഇഷ്ടപ്പെട്ടു എന്നു അതിൽ നിന്ന് അവരങ്ങനെ മനസ്സിലാക്കി. ഞാൻ സ്വാമി എനിക്ക് പാദ നമസ്കാരം തരാൻ വേണ്ടി, പക്ഷെ എനിക്ക് സ്വാമിയുടെ കാല് പിടിക്കാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ സ്വാമിയുടെ അടുത്ത് പോയി നിന്നിട്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് എന്റെ ചെറിയെന്നല്ല, എന്നെ സംബന്ധിച്ചോട് വലിയ സ്വാമിയുടെ അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എല്ലാ വാക്കുകളും സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സായിരാം. സായിരാം. വളരെ 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 മനോഹരമായിട്ട് അവതരിപ്പിച്ചു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. വിഷ്ണുജിത്തിന്റെ സഹോദരിയാ ശോഭാലക്ഷ്മന്റെ ഒരു താങ്ക്സ്. മാമനാണ്, മരുമകളാണ്. ఈనాడు విద్యార్థి దేనికోసం విద్యార్థిగా చేరుతున్నాడు? The student becomes a student. What for ఈ today? విద్యను అభ్యసించడం దేనికోసం అని తనకు తాను ప్రశ్నించుకున్నప్పుడు If he questions himself why he is studying, ఏమీ జవాబు చిక్కటం లేదు. he has no reply. వీరికి చిక్కేది ఒక్కటే. They get only one answer. ఏ విద్య చదివితే ఏ ఉద్యోగం చిక్కుతుంది, ఏ ఉద్యోగం చేత ఎంత డబ్బును మనం సంపాదించవచ్చును, ఈ రెండే వారి యొక్క లక్ష్యం. There are only two objectives. What education will give them what kind of job? What kind of job would give them what type of salary? వేల ఖర్చు పెట్టి Spending thousands and thousands, పట్టమును అందుకుంటున్నాడు. they get degrees. కాలమును, ధనమును, కర్తవ్యాన్ని, ఎనర్జీని ఖర్చు పెట్టి ఈ అందుకున్నటువంటి ఈ పట్టమునికి ఎంత విలువ? What is the value of such a degree which you get by wasting the time, the money, ఈ the పట్టము యొక్క duty? విలువను తెలుసుకోవాలంటే ఏ మాత్రమూ లేదు ఈ పట్టము యొక్క విలువ. To understand clearly, the degree has no value whatsoever. సమాజములకు, To the society, దేశములకు and the country, ఉపయోగము లేనటువంటి ఈ పట్టము దేనికోసం? what for is the degree that is not of any use to this country ఎవరికి and వారు society? ప్రశ్నించుకోవడానికి ప్రయత్నం చేయటం లేదు. No one is making an attempt to question one పట్టములు person. అందుకున్న తక్షణమే The moment they get the degree, ఎంప్లాయ్మెంట్ ఎక్స్చేంజ్ ఆఫీస్ ముందుగా in front of the employment exchange office, హనుమంతుని తోక వలె క్యూలో పెరిగిపోతున్నారు. the queue is more and more like the tail of Hanuman. దీని యొక్క అంతరార్థాన్ని చక్కగా విచారణ చేస్తే ఈ పట్టం ఉద్యోగం కోసం అందుకున్నాడు అనేటువంటి స్పష్టమవుతుండాలి. When we inquire clearly, we will understand that degree is for a job. ఇంకా కొన్ని వినూతులుగా మనం విచారణ చేసి చూసినప్పుడు If we inquire in another way, డిగ్రీ చేతికి వచ్చిన తక్షణమే the moment they get the degree, విదేశాలకు వెళ్లే నిమిత్తము to go abroad, పాస్పోర్ట్ దగ్గరికి బయలుదేరుతున్నారు. they go for passport. కారణం ఏమిటి? What is the reason? విదేశాల్లో పోయి అమితంగా ధనమును సంపాదించవచ్చును ఈ పట్టం ద్వారా అనేటువంటిది ఒక తుచ్చమైనటువంటి భావం. They have got a mean feeling. By going abroad, they can earn more money. విద్య విజ్ఞానం కోసమే గాని Education is for wisdom. కూటి కోసం కాదనేటువంటి సత్యాన్ని ఈనాడు విద్యార్థులు కన్నులు తెచ్చి విచారించారు. Students should open their eyes and understand that education is not for a living. పట్టకుడును అవసరమే, A living is also needed. కానీ But విద్య అనేటువంటిది education, నాట్ ఫర్ లివింగ్, ఫర్ లైఫ్. education is not for a living, but for life. కనుక మనం కేవలం పట్టములు అందుకోవటం బ్రతికే నిమిత్తం కాదు. So we get the degree not to live alone. మనం యొక్క జీవితం అంటే ఏమిటి అని అర్థం చేసుకోవడానికి ముందు విద్యను అభ్యసించాలి. We should educate ourselves to know the meaning of life. చదివి వ్రాయ నేర్చిన వారందరూ విద్యావంతులేనా?
Those people that know how to read and write are the literates. కాలేజీల డిగ్రీలు పొంద విద్యావంతులగున By merely getting going to the college, can he be educated? సుజ్ఞానము సుకృతి లేక విద్యను తద్విద్యలగున Without good knowledge and discernment, what is the value of education? బ్రతుకుటకే విద్య అన్న బ్రతుకులేని పసిపక్షులు. If education is only for a living, don't you find birds living? ఈ సత్యాన్ని విద్యార్థులు చక్కగా విజ్ఞానం చేత విచారణ చేయాలి. This fact students should be able to investigate and understand. അതിനാ ഭജന പാടിക്കണോ సరే. സൈറാം? भस्मभूषितांग साई चंद्रशेखरा, भस्मभूषितांग साई चंद्रशेखरा, फालनेत्र शूलधारि साई शंकरा, फालनेत्र शूलधारि साई शंकरा, भस्मभूषितांग साई चंद्रशेखरा, भस्मभूषितांग साई चंद्रशेखरा, सामगान प्रियंकरा साई शंकरा, सामगान प्रियंकरा साई शंकरा, हर 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 शिव शंभु नडन शेखरा, हर 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 शिव शंभु नडन शेखरा, प्रतिवास साई देव साई शंकरा, प्रतिवास साई देव साई शंकरा, साई शंकरा सत्य साई शंकरा, साई शंकरा सत्य साई शंकरा, भस्मभूषितांग साई चंद्रशेखरा, भस्मभूषितांग साई चंद्रशेखरा, फालनेत्र शूलधारि साई शंकरा, भस्मभूषितांग साई चंद्रशेखरा, सामगान प्रियंकरा साई शंकरा, हर 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 शिव शंभु नडन शेखरा, प्रतिवास साई देव साई शंकरा, साई शंकरा सत्य साई शंकरा, साई शंकरा सत्य साई शंकरा, भस्मभूषितांग साई चंद्रशेखरा. സൈറാം? സൈറാം ശബ്ന മനോഹരമായ എല്ലാം ഭംഗിയായി. സൈറാം. സൈറാം. സായി ഉപമ. മുത്തുകൾ ലഭിക്കണമെങ്കിൽ ഒരാൾക്ക് കടലിന്റെ ആഴത്തിലേക്ക് മുങ്ങിത്തപ്പേണ്ടതുണ്ട്. ആഴമില്ലാത്ത വെള്ളത്തിൽ നിന്നുകൊണ്ട് മുത്തുണ്ടെന്നുള്ളത് വെറും കള്ളമാണെന്നും കെട്ടുകഥയാണെന്നും പറയുന്നത് വെറും വിഡ്ഢിത്തമാണ്. അതുപോലെ ഇവിടെ പുട്ടപ്പർത്തിയിലുള്ള മുതിർന്ന ആളുകൾക്ക് എന്റെ ചമത്കാര മഹിമകളെ കുറിച്ചുള്ള കഥകൾ വിശ്വസിക്കാനാകാത്തതിനാൽ അവരുടെ വാതുക്കൽ എത്തിയ മഹനീയമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ പ്രകാശമേ കണ്ടുള്ളൂ, അത് നൽകുന്ന ചൂട് അറിഞ്ഞില്ല. ജയ സായിരാം. സൈറാം? ശാന്തി മന്ത്രം. പറഞ്ഞോളൂ മാഷെ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിറാം.